അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ചരിത്ര ക്ലാസിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് കൂടി നാം പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് അറബ് ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായ ആനക്കലഹത്തെക്കുറിച്ചാണ്. ചരിത്രത്തിൽ ഇത് ആനക്കലഹം, ആന സംഭവം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പഠനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞ സന്ദർഭത്തിൽ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരിശുദ്ധ ഖുർആൻ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നബി ചരിത്രം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന്. ഇതതിനൊരു ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൊച്ചു അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഫീൽ എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ എന്ന് ഈ 5 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ അല്ലാഹു എന്താണ് എന്ന് പറയും, മറ്റു ചില കാര്യങ്ങൾ അല്ലാഹു എങ്ങനെയാണ് നടന്നത് എന്ന് പറയും. ഇപ്പോൾ ലൈലത്തുൽ ഖദർ അല്ലാഹു പറയുന്നത് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണ് എന്ന് നിനക്ക് എന്തറിയാം, നിനക്ക് ലൈലത്തുൽ ഖദർ എന്താണെന്ന് അറിയാമോ എന്നാണ് ചോദ്യം. എന്നിട്ട് എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് വിശദീകരിക്കുകയാണ്. എന്നാൽ ഇവിടെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നാണ്. കൈഫ, എങ്ങനെയാണ് നിന്റെ നാഥൻ ഈ ആനക്കാരെ, ആനയുടെ ആളുകളെ നശിപ്പിച്ചത്, തുരത്തിയത് എന്ന് നീ കണ്ടതല്ലേ, നീ അറിഞ്ഞില്ലേ? ഇത് അക്കാലത്ത്, അടുത്ത കാലത്ത് നടന്നതായതുകൊണ്ട് അറേബ്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ അത് കണ്ടതോ അല്ലെങ്കിൽ കണ്ടതുപോലെ അറിഞ്ഞതോ മനസ്സിലാക്കിയതോ ആണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആനക്കാരെ തുരത്തിയത് എന്ന്. അതിൻ്റെ വിശദീകരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ ഫീലിൽ നൽകുന്നത്. മക്കയുടെ പേരും പെരുമയും പ്രശസ്തിയും അറബികളിലും ഖുറൈശികളല്ലാത്ത അറബികളിലും മറ്റ് വിഭാഗങ്ങളിലും അസൂയയുണ്ടാക്കിയിരുന്നു. കഅബ കൊണ്ട് അവർക്ക്, ഖുറൈശികൾക്ക് കിട്ടിയ പേരും പെരുമയും പ്രശസ്തിയും, എവിടെ ചെന്നാലും അവർക്ക് ലഭിക്കുന്ന ആദരവുമൊക്കെ മറ്റു ഗോത്രങ്ങൾക്ക് സ്വാഭാവികമായും അസൂയ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ മറ്റ് നാടുകളിലെ രാജാക്കന്മാർക്ക്, ഗോത്ര നേതാക്കന്മാർക്കൊക്കെ ഇത് അലോസരവും അസൂയയും ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ അവരുടെ നാടുകളിൽ വലിയ ദേവാലയങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ആളുകളാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ ആളുകളാരും അതൊരു തീർത്ഥാടന കേന്ദ്രമായി പരിഗണിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഹീറയിലെ രാജാക്കന്മാർ, ഗസ്സാൻ രാജാക്കന്മാർ, അതുപോലെ തന്നെ യമനിലെ അബ്രഹത്ത്, ഇവരൊക്കെ ഇങ്ങനെ ദേവാലയം പണിത് ആളുകളെ ആകർഷിക്കാൻ ശ്രമിച്ചവരാണ്. പക്ഷേ ജനങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഇത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ കൂടി ഫലമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായി നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഫജ്അൽ അഫ്ഇദതൻ മിനന്നാസി തഹ്വി ഇലൈഹിം, സൂറത്ത് ഇബ്രാഹിം 37-ാമത്തെ ആയത്തിൽ. അള്ളാഹുവെ, ജനങ്ങളുടെ മനസ്സിനെ ഈ ആളുകളുമായി, മക്കയുമായി ബന്ധിപ്പിച്ച് നിർത്തണമേ, ആളുകളുടെ മനസ്സിനെ അങ്ങോട്ട് ആകർഷിപ്പിക്കണമേ എന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഈ വലിയ വലിയ ദേവാലയങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ടും ആളുകളാരും അങ്ങോട്ട് പോകാതെ അറബി നാട്ടിലെ മുഴുവൻ ജനങ്ങളും, പുറത്തു നിന്നുള്ള ആളുകളും ഈ കഅബയിലേക്ക് തന്നെ തീർത്ഥാടനത്തിന് വന്നുകൊണ്ടിരുന്നത്. ചെങ്കടലിനക്കരെ അക്കാലത്ത് ഭരണം നടത്തിയിരുന്ന ആഫ്രിക്കൻ, അക്കാലത്ത് ചെങ്കടലിനക്കരെ ഉണ്ടായിരുന്ന ഒരു നാടാണ് എത്യോപ്യ എന്ന് പറയുന്ന, അബിസീനിയ എന്ന് പറയുന്ന നാട്. ഇന്ന് എത്യോപ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന, ഹബ്ഷ എന്ന പേരിൽ അറിയപ്പെടുന്ന നാട് ക്രിസ്ത്യാനികൾ ഭരിച്ചിരുന്ന നാടായിരുന്നു. അവിടെ ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേര് നജ്ജാഷി എന്നായിരുന്നു. ആ നജ്ജാഷിയുടെ അല്ലെങ്കിൽ നേഗസ് എന്ന പേരിൽ അവിടുത്തെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നു.
ആ നേഗസിൻ്റെ പടയാളികളുമായി സൈന്യവുമായി ആളുകൾ യമൻ കീഴടക്കാൻ വേണ്ടി കടൽ കടന്നു വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ സൈന്യത്തിലുണ്ടായിരുന്ന അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു സൈന്യാധിപന്മാരിൽപ്പെട്ട ഒരാൾ യമൻ പിടിച്ചടക്കിയതിന് ശേഷം, ഈ നേഗസിൻ്റെ നജ്ജാഷിയുടെ സൈന്യം യമൻ പിടിച്ചടക്കിയതിന് ശേഷം പട്ടാള അട്ടിമറിയിലൂടെ, സൈനിക അട്ടിമറിയിലൂടെ അവിടെ അധികാരം സ്ഥാപിക്കുകയും അധികാരത്തിലെത്തുകയും അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം നജ്ജാഷിക്ക് മെസ്സേജ് അയക്കുകയും നജ്ജാഷിയുടെ ഗവർണറായി യമനിൽ ഭരണം ആരംഭിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നജ്ജാഷിയെ തൃപ്തിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അതിന് അദ്ദേഹം കണ്ടെത്തിയ വഴിയാണ് വളരെ മനോഹരമായ ഒരു ചർച്ച്, ഒരു ക്രിസ്ത്യൻ പള്ളി സൻആയിൽ പണിയുക. അതിനുവേണ്ടി അദ്ദേഹം പണിക്കാരെ വരെ എത്യോപ്യയിൽ നിന്ന് കൊണ്ടുപോവുകയുണ്ടായി, അബിസീനിയയിൽ നിന്ന് കൊണ്ടുപോവുകയുണ്ടായി. വിലപിടിപ്പുള്ള രത്നങ്ങളും കല്ലുകളുമൊക്കെ കൊണ്ടുപോയി അവിടെ മനോഹരമായ, നമ്മുടെ നാട്ടിലെ താജ്മഹലിനെയൊക്കെ പോലെയുള്ള മനോഹരമായ ഒരു ദേവാലയം അവിടെ പണി കഴിപ്പിക്കുകയുണ്ടായി. ആ ദേവാലയത്തിൻ്റെ പേര് ഖുലൈസ് എന്നായിരുന്നു. ഖുലൈസ് എന്ന ദേവാലയം പണി കഴിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മോഹം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ജനങ്ങൾ മുഴുവൻ ഇനി കഅബയിലേക്ക് പോകാതെ ഇങ്ങോട്ട് വരണം എന്നായിരുന്നു. പക്ഷേ അദ്ദേഹം ഇത്ര വലിയ മനോഹരമായ ദേവാലയം പണി കഴിപ്പിച്ചിട്ടും യമനിലുള്ള ആളുകൾ വരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അവരെല്ലാവരും പിന്നീട് തീർത്ഥാടനത്തിന് പോകുന്നത് മക്കയിലെ കഅബയിലേക്കാണ്. ഈ അവസ്ഥ കണ്ടപ്പോൾ സ്വാഭാവികമായും ഈ ദേവാലയം പണിത, പള്ളി പണിത അബ്രഹത്തിന് ദേഷ്യം കൂടി, അരിശം മൂത്തു. അദ്ദേഹം പറഞ്ഞു, പ്രഖ്യാപിച്ചു, കഅബ ഞാൻ തകർക്കും എന്ന്. ഈ വിവരമറിഞ്ഞ അറബികളിൽപ്പെട്ട കിനാന ഗോത്രക്കാരായ ആരോ ചില ആളുകൾ, ചില അറബികളിൽപ്പെട്ട ഏതോ ഒരാൾ വന്ന് ഈ ഖുലൈസ് ആരാധനാലയത്തിൽ മലമൂത്ര വിസർജനം നടത്തുകയും ഇത് അബ്രഹത്ത് അറിഞ്ഞപ്പോൾ ഇനി കഅബ നശിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന് തീരുമാനിച്ച് അദ്ദേഹം വലിയൊരു സൈന്യവുമായി പുറപ്പെടുകയും ചെയ്തു. ആ സൈന്യത്തിൽ എത്യോപ്യയിൽ നിന്ന് പ്രത്യേകം കൊണ്ടുവന്ന ആനകളും ഉണ്ടായിരുന്നത്രേ. അതുകൊണ്ടാണ് അവരെ അസ്ഹാബുൽ ഫീൽ, ആനക്കാർ എന്ന് വിളിക്കുന്നത്. കാരണം അറബികൾക്ക് ആനകളെ പരിചിതമായിരുന്നില്ല, അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല. ആനകളടങ്ങുന്ന സൈന്യവുമായിട്ടാണ് അദ്ദേഹം 60,000 വരുന്ന പടയാളികളുമായി അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടപ്പോൾ പല അറബികളും വഴിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ നേരിടാനൊക്കെ ശ്രമിച്ചെങ്കിലും സാധിക്കുകയുണ്ടായില്ല. എന്നാൽ അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് ത്വായിഫ്, മക്കക്കടുത്തുള്ള ത്വായിഫിലെത്തുകയും, ത്വായിഫ് എന്ന് പറയുന്ന പ്രദേശം ഉംറക്കൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, അത് കുറച്ച് ഉയർന്ന പ്രദേശമാണ്, മലമ്പ്രദേശമാണ്. അവിടെ അദ്ദേഹം വരികയും അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ ത്വായിഫിലുണ്ടായിരുന്ന സഖീഫ് ഗോത്രത്തിന് മനസ്സിലായി, ഇദ്ദേഹം ഞങ്ങളുടെ ദേവനായ വിഗ്രഹമായ ലാത്തയെ ഒന്നും ഉപദ്രവിക്കാൻ വന്നതല്ല, മക്കയിലേക്ക് കഅബയിലേക്ക് വന്നതാണെന്ന് മനസ്സിലായപ്പോൾ അവർ അദ്ദേഹത്തിന് കീഴ്പ്പെടുക മാത്രമല്ല, മക്കയിലെ കഅബയിലേക്കുള്ള വഴി അദ്ദേഹത്തിന് അറിയില്ല. വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ദൂതനെ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞയക്കുക വരെ ചെയ്തു സഖീഫ് ഗോത്രക്കാർ. പക്ഷേ ആ ദൂതൻ വഴിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നോണം മരണപ്പെട്ടു എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. എന്തായിരുന്നാലും പിന്നീട് അദ്ദേഹം യാത്ര തുടർന്ന് മക്കയുടെ അടുത്ത് ടെൻറ്റിൽ തമ്പടിച്ച് അവിടെ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ അവിടെ തമ്പടിക്കുകയും അതിന് മക്ക ആക്രമിക്കാനുള്ള അതിൻ്റെ കോപ്പ് കൂട്ടാൻ വേണ്ടി മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി തമ്പടിച്ച് താമസിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചില സൈനികർ മക്കയുടെ അകത്തേക്ക് കടക്കുകയും ചില കൊള്ളയും മോഷണവുമൊക്കെ നടത്തുകയും ചെയ്തു. അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകങ്ങളെയും മോഷ്ടിച്ച് അദ്ദേഹത്തിൻ്റെ ചില സൈനികർ ഇങ്ങോട്ട് വരികയും അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തതായി കാണാം. അദ്ദേഹത്തിൻ്റെ ഈ അബ്രഹത്തിൻ്റെ ദൂതൻ മക്കയിൽ വരികയും മക്കയുടെ നേതാവായ ഖുറൈശികളുടെ നേതാവായ അബ്ദുൽ മുത്തലിബുമായി സംസാരിക്കുകയും അങ്ങനെ അബ്ദുൽ മുത്തലിബും അബ്രഹത്തും തമ്മിൽ ഒരു സിറ്റിങ്ങിന്, ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുകയും ചെയ്തു. മക്കയുടെ ഖുറൈശികളുടെ നായകനായ നേതാവായ അബ്ദുൽ മുത്തലിബ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ടെൻറ്റിലേക്ക്, കൂടാരത്തിലേക്ക്, അബ്രഹത്തിൻ്റെ ടെൻറ്റിലേക്ക്, കൂടാരത്തിലേക്ക് അതിഥിയായി കടന്നു വരുന്നു. അബ്ദുൽ മുത്തലിബിനെ കണ്ട ഉടനെ തന്നെ അബ്രഹത്ത് എഴുന്നേൽക്കുകയും തൻ്റെ പ്രത്യേക പരവതാനി വിരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തതായി കാണാം. കാരണം അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യവും എടുപ്പും നേതൃഗുണവും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ആദരവ് തോന്നി. അങ്ങനെ അദ്ദേഹം അബ്ദുൽ മുത്തലിബിൻ്റെ മുമ്പിൽ തൻ്റെ ആവശ്യം വെച്ചു. ഞാൻ വന്നിരിക്കുന്നത് ഇവിടെയുള്ള അറബികളെ ഉപദ്രവിക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ തുരത്തി ഓടിക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് കഅബ തകർക്കാനാണ്, എൻ്റെ ഉദ്ദേശം അത് മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്,
നിങ്ങളുടെ ആളുകൾ എൻ്റെ 200 ഒട്ടകങ്ങളെ തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒട്ടകങ്ങളെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം എന്നാണ്. ഇതിന് അബ്രഹത്ത് പറഞ്ഞ മറുപടി വളരെ സരസമായിട്ടാണ്. ഞാൻ നിങ്ങളെ വളരെ മാന്യനായിട്ടാണ് കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും വലിയ സ്വീകരണം നൽകിയത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സംസാരം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കഷ്ണമായ കഅബ തകർക്കാനാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും പറയാതെ നിങ്ങൾ നിങ്ങളുടെ നഷ്ടപ്പെട്ട 200 ഒട്ടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് ഞാൻ തരാം, അതിന് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങളോടുള്ള എല്ലാ മതിപ്പും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് അബ്രഹത്ത് പറയുന്നുണ്ട്. അതിന് അബ്ദുൽ മുത്തലിബിൻ്റെ മറുപടി, അന റബ്ബുൽ ഇബിൽ വലിൽ ബൈത്തി റബ്ബുൻ യഹ്മി, ഞാൻ ഒട്ടകങ്ങളുടെ ഉടമസ്ഥനാണ്, അതുകൊണ്ട് അതിൻ്റെ കാര്യം ഞാൻ തന്നെ പറയണം. എന്നാൽ അവിടെ നിങ്ങൾ തകർക്കാൻ വരുന്ന വീടിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല, അതിന് ആ കഅബയെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു നാഥൻ അതിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒട്ടകങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞത്. അങ്ങനെ പിന്നീട് അബ്രഹത്ത് തൻ്റെ സൈന്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പുറത്ത് അബ്ദുൽ മുത്തലിബ് കഅബയിൽ വന്ന് പ്രാർത്ഥിക്കുകയും പടച്ചവനോട് പ്രാർത്ഥിക്കുകയും അവരുടെ നിസ്സഹായതയെക്കുറിച്ച് പടച്ചവനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ അവരെല്ലാവരും കൂടി ജബൽ ഖുബൈസ് എന്ന് പറയുന്ന മലയുടെ ആ തൊട്ടു പിന്നിൽ, അതാ കഅബയുടെ പരിസരത്തുള്ള വലിയ മലയാണ് ജബൽ ഖുബൈസ്, അതിനപ്പുറത്തേക്ക് എല്ലാവരും കഅബയെ വിട്ട് ഒഴിവാക്കി പോവുകയും ചെയ്തു. അങ്ങനെ അബ്രഹത്ത് തൻ്റെ 60,000 വരുന്ന സൈന്യവുമായി മുന്നോട്ട് വരികയാണ്. മുന്നിൽ അദ്ദേഹം ആനപ്പുറത്തുണ്ട്, പിന്നിൽ ആനകളുടെ 9, 13 വരുന്ന അല്ലെങ്കിൽ 12 വരുന്ന ആനകളും അതിന് പിന്നിൽ 60,000 വരുന്ന സൈന്യങ്ങളും മുന്നിലേക്ക് വരികയാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ ആനകളെ മുമ്പ് കണ്ടിട്ടേയില്ല, ഇത്ര വലിയൊരു ശക്തിയെയും കണ്ടിട്ടില്ല. 60,000 എന്ന് പറയുന്നത് മക്കയിലെ ജനസംഖ്യയേക്കാൾ വരും. ഇത്രയും വലിയ സൈന്യത്തെ കണ്ടതോടുകൂടി അവർ പിൻവാങ്ങി, അവർ ഒരു ഏറ്റുമുട്ടലിനും നിന്നില്ല. അങ്ങനെ അവർ മുസ്ദലിഫക്കും മിനക്കുമിടയിൽ ഒരു താഴ്വരയുണ്ട്, വാദി മുഹസ്സർ എന്നാണ് ആ താഴ്വര ഇന്ന് അറിയപ്പെടുന്നത്. അവിടെ ഹജ്ജിനൊക്കെ പോകുമ്പോൾ അറഫയിൽ നിന്ന് വരുന്ന ഈ ഹാജിമാർ അവിടെ വളരെ വേഗത്തിൽ നടക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്. അവിടെ എത്തിയപ്പോൾ ഈ ആന അഥവാ മുന്നിൽ നയിക്കുന്ന അബ്രഹത്തിൻ്റെ ആന മുന്നോട്ട് ചലിക്കുന്നേയില്ല, അതവിടെ മുട്ടുകുത്തി നിൽക്കുന്നു. എന്ത് പണിയെടുത്തിട്ടും, പഠിച്ച പണി 18 പയറ്റിയിട്ടും ആന ഒരടി മുന്നോട്ട് വെക്കുന്നില്ല. വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിയുമ്പോൾ ആന മുന്നോട്ട് പോകുന്നുണ്ട്, കഅബയുടെ നേരേക്ക് തിരിയുമ്പോൾ ആന മുന്നോട്ട് പോകുന്നേ ഇല്ല. ഇത് വല്ലാത്ത ഒരു പ്രയാസം അബ്രഹത്തിനുണ്ടാക്കി. പല പരിശ്രമങ്ങളും നടത്തി, പാപ്പാന്മാർ വന്നു നോക്കി, എന്തും ചെയ്തിട്ടും നടക്കുന്നില്ല. അപ്പോഴാണ് ആകാശത്തേക്ക് നോക്കുമ്പോൾ കൂട്ടം കൂട്ടമായി പക്ഷികളിങ്ങനെ പറന്നു വരുന്നു, ആകാശം ഇരുണ്ടു വരുന്നു, വലിയ വലിയ പക്ഷിക്കൂട്ടങ്ങൾ പറന്നു വരുന്നത് കാണുന്നു. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ നിയോഗത്താൽ വരുന്ന പക്ഷികളെ അവർ കാണുന്നു. ആ പക്ഷികൾ ഇവരുടെ തലക്കുമുകളിൽ കല്ലുകൾ വർഷിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ തന്ത്രങ്ങൾ മുഴുവൻ അല്ലാഹു പാഴിലാക്കി. എന്നിട്ട് വഅർസല അലൈഹിം ത്വയ്റൻ നബാബീൽ, കൂട്ടം കൂട്ടമായി പക്ഷികളെ നാനാഭാഗത്തു നിന്നും അവരുടെ മേലയച്ചു. ഈ പക്ഷികൾ കല്ലുകൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. തെർമീഹിം, റമാന്ന് മാത്രമല്ല, റമത്തെന്നല്ല പറഞ്ഞത്, തെർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, വളരെ അള്ളാഹു നിർണയിച്ചു കൊടുത്ത, കൃത്യമായി അളന്ന് തൂക്കിക്കൊടുത്ത ഈ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മിസൈൽ വർഷം തുടങ്ങിക്കൊണ്ടേയിരുന്നു. ടാർജറ്റഡ് മിസൈൽസ് എന്ന് നമ്മൾ പറയുന്നത് പോലെ ഓരോ കല്ലിനും ആരെയാണത് ഹിറ്റ് ചെയ്യേണ്ടത്, ആരെയാണത് നശിപ്പിക്കേണ്ടതെന്ന് പ്രത്യേക അള്ളാഹുവിൻ്റെ ദൗത്യമുണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു. അതുപോലെ അവരത് ഭൂമിയിലേക്ക് വരികയും അങ്ങനെ ആ സൈന്യം ചിന്നിച്ചെതറി നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. അബ്രഹത്ത് അവിടെ വെച്ച് മരിച്ചു എന്ന് റിപ്പോർട്ടുണ്ട്. അല്ല, ഈ കല്ല് വീഴുമ്പോൾ ശരീരം മുഴുവൻ പഴുക്കുകയും പുഴുക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ അബ്രഹത്ത് ആകെ പ്രയാസപ്പെട്ട് യമനിലേക്ക് തിരിച്ചെത്തുകയും യമനിൽ അദ്ദേഹം ആളുകൾ കാണുകെ ഞാൻ കഅബ ആക്രമിക്കാൻ പോയതിൻ്റെ പരിണിത ഫലമാണിത് എന്ന രൂപത്തിൽ അദ്ദേഹം അവിടെ എത്തിയിട്ട് മരിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. എന്തായിരുന്നാലും മേലാൽ മക്കയിലേക്ക് വരരുത് എന്നൊരു താക്കീത് ജനങ്ങൾക്ക് മുഴുവൻ കിട്ടി. അതോടുകൂടി ഖുറൈശികൾക്ക് വലിയ ഒരു പദവിയും ലഭിച്ചു. അവർ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആളുകളാണ് എന്ന ഒരു ധാരണയും സമൂഹത്തിൽ പരന്നു. ഇത് ക്രിസ്താബ്ദം 570 അല്ലെങ്കിൽ 571 ഏപ്രിൽ മാസത്തിലാണ് നടന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് അറബികൾ അവരുടെ കാലഗണനയ്ക്ക് ഇതാണ് ഉപയോഗിച്ചത്, ആനക്കലഹമാണ്, ഈ സംഭവമാണ് അവർ കാലഗണനയ്ക്ക് പിന്നീട് ഉപയോഗിച്ചത്. ഇതോടുകൂടി ഖുറൈശികളുടെ പ്രതാപവും ശക്തിയും ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇനി ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.